5 വയസ്സുള്ള ഒരു കുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അമ്പരപ്പും ആകാംക്ഷയും തോന്നിയേക്കാം. എന്നാൽ ഈ വാർത്ത ഇന്ത്യയിൽ നിന്നുള്ളതല്ല എന്നുള്ളതാണ് ആശ്വാസം. ഇത് അമേരിക്കയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. മിനസോട്ടയിലെ കൊളംബിയ ഹൈറ്റ്സിൽ 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് US ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എല്ലാ പരിധികളും ലംഘിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ US ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് അതിലും അതിശയിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കുട്ടിയെ കുടുംബത്തിന്റെ കാറിൽ നിന്ന് പുറത്തെടുത്ത് പിതാവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്വന്തം വീടിന്റെ വാതിലിൽ മുട്ടാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കുട്ടിയുടെ പിതാവായിട്ടുള്ള ലിയാം കൊനേജോ റാമോസിന്റെ അഡ്രിയാൻ അലക്സാണ്ടർ കൊനോജോയെ അറസ്റ്റ് ചെയ്യാൻ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ഏജന്റുമാരും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് നിയമവിരുദ്ധമായി US താമസിച്ചു എന്ന് ആരോപിക്കപ്പെടുന്നു. കുട്ടിയെ അകത്തേക്ക് കൊണ്ടുവരാൻ മാതാപിതാക്കൾ വാതിൽ തുറന്നു. ഉദ്യോഗസ്ഥർ പിതാവിനെ അറസ്റ്റ് ചെയ്തു. മറ്റു കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഉദ്യോഗസ്ഥർ കുട്ടിയെ വീട്ടിൽ ഉപേക്ഷിക്കുന്നതിന് പകരം അവരോടൊപ്പം കൊണ്ടുപോയി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു പിതാവിനെ കസ്റ്റഡിയിൽ എടുക്കാനായി അയാളുടെ മകനെ ആദ്യം കസ്റ്റഡിയിൽ എടുക്കുക, ശേഷം മകനെ കൊണ്ട് വീട്ടിൽ നിർത്തി മകനെ കൊണ്ട് വാതിലിന്റെ കതകിൽ മുട്ടിക്കുക. അപ്പോൾ പിതാവ് കതക് തുറന്നപ്പോൾ പിതാവിനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ കുട്ടിയെയും വെറുതെ വിട്ടില്ല, കുട്ടിയെയും കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. കൊളംബിയ ഹൈറ്റ്സ് പബ്ലിക് സ്കൂൾ സൂപ്രണ്ട് സീന സ്റ്റാർബൻവിക് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഉദ്യോഗസ്ഥർ കുട്ടിയെ കുടുംബത്തിന്റെ കാറിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടിച്ചു പോയതായി ഞങ്ങൾക്ക് വിവരമുണ്ട്. പിന്നീട് ഉദ്യോഗസ്ഥർ കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ അകത്തുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വാതിലിൽ മുട്ടാൻ പറഞ്ഞു. അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ അറസ്റ്റ് ചെയ്യാൻ കുട്ടിയെ ഇരയായി ഉപയോഗിച്ചു. എന്നിരുന്നാലും കുട്ടിക്കോ അച്ഛനോ രാജ്യം വിടാൻ ഒരു ഉത്തരവ് പോലും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് കുട്ടിയുടെ സ്കൂൾ ഭരണകൂടം അവകാശപ്പെട്ടു. 2024 അദ്ദേഹം അമേരിക്കയിൽ എത്തിയ ഒരു സജീവ അഭയ കേസുണ്ട്. നിലവിൽ അമേരിക്കയിലെ മിനിസോട്ടയിൽ കുടിയേറ്റക്കാർക്കെതിരെ ആക്രമണാത്മക നിലപാട് സ്വീകരിച്ചു വരികയാണ് അവിടുത്തെ ഭരണകൂടം. ഈ സംസ്ഥാനത്ത് ധാരാളം കുടിയേറ്റക്കാരുണ്ട്. കഴിഞ്ഞ 6 ആഴ്ചക്കുള്ളിൽ മാത്രം ഈ സംസ്ഥാനത്ത് നിന്ന് 3000 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.